ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശരത്തിനെ കിട്ടാത്തതുകൊണ്ട് തന്നെ ലക്ഷ്മി അമ്മേനെ പോലീസുകാർ വന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. അങ്ങനെ സച്ചിയെ വിളിച്ചിട്ട് ദേവു കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, രേവതിയും സച്ചിയും കൂടി പെട്ടെന്ന് തന്നെ സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോലീസുകാരോട് ഒരുപാട് കേണപേക്ഷിച്ചതിന് ശേഷം ലക്ഷ്മി അമ്മേനെ വിടാം എന്നാൽ നാളെ രാവിലെ തന്നെ ശരത്തുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവണമെന്നുള്ള ഒരു നിബന്ധന കൂടി SI വെക്കുന്നുണ്ട്. അതിനുശേഷമായിട്ട് സച്ചിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ, കാരണം ചന്ദ്രമതി ശരത്തിനെതിരെ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തല്ലോ. അങ്ങനെ സച്ചിയെ അറിയാവുന്ന ഒരു പോലീസുകാരൻ ആ പോലീസ് സ്റ്റേഷനിലുണ്ട്. അയാൾ വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, ഞാൻ ഒരു വക്കീലിനെ കാണിച്ചു തരാം. അയാളാണ് ഈ സ്റ്റേഷനിൽ വരുന്ന കേസുകളൊക്കെ കോടതിയിലേക്ക് പോവാതെ തന്നെ സ്റ്റേഷനിൽ തന്നെ ഒത്തുതീർപ്പാക്കാൻ ആളും എടുക്കനാ. അപ്പോൾ നിങ്ങൾ അയാളെ ഒന്ന് പോയി കണ്ടു നോക്കെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സച്ചിയും രേവതിയും കൂടിയിട്ട് വക്കീലിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. വക്കീൽ ഓഫീസിൻ്റെ പുറത്തെത്തുമ്പോൾ തന്നെ രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടാ ഇത് നല്ല വക്കീലായിരിക്കുമോ? ആർക്കറിയാൻ രേവതി, ആ പോലീസുകാരൻ പറഞ്ഞതല്ലേ, എന്തായാലും ശരത്തിന് വേണ്ടി നമുക്ക് ഇതും കൂടി ഒന്ന് ചെയ്തു നോക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പോൾ വക്കീൽ ഓഫീസിൽ നിന്ന് ഒരാൾ വന്നിട്ട് പറയുന്നുണ്ട്, സാറ് ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നേ. അങ്ങനെ സച്ചിൻ രേവതിയും അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരാൾ പുറത്തേക്ക് വരുമ്പോഴേക്കും ഇവര് ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. സച്ചിയും രേവതിയും കൂടിയിട്ട് ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ വക്കീലാണെങ്കിൽ ഇരിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചിയെ കാണുമ്പോൾ തന്നെ പേര് സച്ചി എന്നല്ലേ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, സാറിന് എങ്ങനെ അറിയാം? അത് ആ കോൺസ്റ്റബിൾ വിളിച്ചിട്ട് നിങ്ങളുടെ കേസിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് പറയാനേ. അപ്പോൾ സച്ചിയും പറയുന്നുണ്ട്, അതെ ആ സാറ് പറഞ്ഞിട്ടാണ് ഞങ്ങളും സാറിനെ കാണാൻ വേണ്ടി വന്നതെന്നേ. എന്തായാലും നിങ്ങളിരിക്കെ, നിങ്ങളുടെ അളിയൻ പണം മോഷ്ടിച്ചതിൻ്റെ പേരിൽ ഒരു കേസുമായിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നതല്ലേ. എന്തായാലും നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെയല്ലേ പണം മോഷ്ടിച്ചത്? പഠിക്കുന്ന പയ്യനല്ലേ, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ വക്കീല് സച്ചിയോട് ചോദിക്കുന്നുണ്ട്. രേവതി എപ്പോൾ പറയുന്നുണ്ട്, അയ്യോ സാർ അവനങ്ങനെ കള്ളനൊന്നും അല്ല, അവനൊരു ദേഷ്യത്തിൻ്റെ പുറത്ത് അങ്ങനെ ചെയ്തതാണേ. അപ്പോൾ സച്ചിയും പറയാണ്, അതെ സാർ പണ്ടൊരിക്കെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോൾ അവൻ ചെറിയൊരു തെറ്റ് ചെയ്തു. അതിൻ്റെ പേരിൽ അവൻ വീട്ടിൽ വരുമ്പോഴെല്ലാം അവനൊരു കള്ളനെന്ന രീതിയിലാണ് അവരെല്ലാവരും വീട്ടിലുള്ളവരെല്ലാം കളിയാക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ദേഷ്യത്തിന് അവൻ ആ പ്രായത്തിൻ്റെ ഇതുകൊണ്ട് ചെയ്തു പോയതാണ് സാർ. എൻ്റെ അമ്മയ്ക്ക് ആ പണം അന്ന് തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്തതാണ്. രേവതി വീണ്ടും പറയുന്നുണ്ട്, സാർ അവൻ പഠിക്കുന്ന പയ്യനാണ്, അവന് എക്സാം അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇങ്ങനെയൊരു കേസ് വന്നാൽ അവൻ്റെ ഭാവിയെ തന്നെ ബാധിക്കും സാർ. അത് എങ്ങനെയെങ്കിലും ഈ കേസ് ഒന്ന് ഒതുക്കി തീർക്കണമെന്ന് പറയുകയാണേ. അപ്പോഴേക്ക് വക്കീൽ പറയുന്നുണ്ട്, അല്ലെങ്കിലും ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അല്പം എടുത്തുചാട്ടം കൂടുതലാണ്. എന്തായാലും നമുക്ക് ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്. ശരത്ത് എന്തായാലും പോലീസ് കസ്റ്റഡിയിലാവാത്തത് കൊണ്ട് തന്നെ അവർ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഉടനെ തന്നെ കോടതിയിൽ ഹാജരാക്കിയെന്ന് പറയുകയാണേ. അങ്ങനെ വക്കീല് വീണ്ടും പറയുന്നുണ്ട്, അത് എന്തായാലും ആ പയ്യൻ പോലീസിന്റെ പിടിയിൽ ആകുന്നത് വരെ നമുക്ക് സമയമുള്ളൂ. ആയിക്കഴിഞ്ഞ് പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ല. അതിരിക്കട്ടെ, ആ പയ്യൻ ഇപ്പം എവിടെയാ ഉള്ളതെന്ന് ചോദിക്കുകയാണേ. പെട്ടെന്ന് തന്നെ സച്ചിയും രേവതിയും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. എന്നിട്ട് മിണ്ടാതിരിക്കുകയാണല്ലോ. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട്, എവിടെയാ ഉള്ളതെന്ന് നിങ്ങൾ പോലീസിനോട് പറയണ്ട, എന്നാൽ എന്നോട് പറഞ്ഞാലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പറയാനേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, സാർ അവൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലുണ്ടെന്നേ. എന്തായാലും അതാണെങ്കിൽ ഉടനെ തന്നെ പോലീസിൻ്റെ പിടിയിലാവാം. കാരണം ആ പ്രതിയെ കിട്ടാത്തത് കൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വീടുകളിലും പോലീസിൻ്റെ സെർച്ച് ഉണ്ടാവും. അപ്പോൾ അതിനുള്ളിൽ തന്നെ ഈ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ രേവതിയും പറയുന്നുണ്ട്, സാർ എന്ത് വേണമെങ്കിലും ചെയ്യാം സാർ, എൻ്റെ അനിയനെ ഈ കേസിൽ നിന്നൊന്ന് രക്ഷിക്കണമെന്നൊക്കെ പറയുകയാണേ. സച്ചി വീണ്ടും പറയുന്നുണ്ട്, സാർ ഇതിന് ഒരുപാട് സമയമില്ല. ശരത്തിനെ കിട്ടിയില്ലെങ്കിൽ അവർ അമ്മേനെ അറസ്റ്റ് ചെയ്ത് കേസ് അമ്മയുടെ പേരിലാക്കുമെന്നാണ് പറയുന്നതെന്നേ. അപ്പോഴേക്കും വക്കീൽ പറയുന്നുണ്ട്, അത് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ വെറുതെ പറയുന്ന, ഒരാളുടെ പേരിലുള്ള കേസ് അയാളുടെ അമ്മയുടെ പേരിലൊന്നും എന്തായാലും ആക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് SIയോടൊന്ന് സംസാരിച്ചു കൊള്ളാം. അപ്പോഴേക്കും സച്ചി വയ്ക്കുന്നുണ്ട്, സാർ ഇനിയിപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്?
വക്കീല് പറയുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ പിന്നിൽ കേസ് കോടതിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് വഴിയാണുള്ളത്. ഒരു വഴി എന്ന് പറയുന്നത് കുറച്ച് പണം ചിലവാകുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അവർ പറയുന്നുണ്ട് സാർ എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാന്നേ, അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന് പറയണേ. സജി വയ്ക്കുന്നുണ്ട് എന്താണ് സാർ? അത് ഈ കംപ്ലൈൻറ്റ് ആരാണോ എഴുതി കൊടുത്തത് അയാൾ ആ കേസ് പിൻവലിച്ചാൽ ഇത് എല്ലാ പ്രശ്നവും ഒറ്റ ദിവസം കൊണ്ട് സോൾവ് ആവുന്നേ. എന്നാൽ നമ്മുടെ സച്ചിക്കും രേവതിക്കും അറിയാം ചന്ദ്രമതി അത് ചെയ്യാൻ പോകുന്നില്ലെന്ന്. അങ്ങനെ വക്കീലിനോട് പറയുമ്പോൾ വക്കീൽ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കാതെ പറയല്ലേ, അത് ആ വഴി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, അല്ലെങ്കിൽ കുറച്ച് പൈസ ചിലവാവും, മറ്റൊരു വഴി ഞാൻ പിന്നീട് പറയാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സച്ചിയും രേവതിയും വീണ്ടും തിരിച്ച് ചന്ദ്രോദയത്തിലേക്ക് വരികയാണ്. അങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട് സച്ചിയേട്ടാ ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ആരൊക്കെ പറഞ്ഞാലും അമ്മ ആ കേസ് പിൻവലിക്കില്ലെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ സച്ചി പറയുന്നുണ്ട് രേവതി നീ പറഞ്ഞത് ശരിയാണ്, പക്ഷെ ഒരാൾ പറഞ്ഞ അമ്മ ചിലപ്പോൾ കേസ് പിൻവലിച്ചേക്കാന്നേ. ആരാ സച്ചിയേട്ടാ? അച്ഛൻ പറഞ്ഞ അമ്മ ഉറപ്പായിട്ടും കേസ് പിൻവലിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട് സച്ചിയേട്ടാ അന്നേ അച്ഛൻ പറഞ്ഞതല്ലേ ഈ കാര്യം ഒരു കാര്യവും അച്ഛൻ്റെ അടുത്ത് സംസാരിക്കണ്ടെന്ന്, പിന്നെ നമ്മൾ എങ്ങനെയാ അച്ഛനോട് ഇനിയും പറയുന്നത്? അതെ നമുക്ക് അച്ഛൻ അങ്ങനെ അന്നേരത്തെ ദേഷ്യത്തിന് പറഞ്ഞതേ ഉള്ളൂ, അച്ഛനോട് നമുക്ക് എന്തായാലും കാര്യമായിട്ടൊന്ന് സംസാരിച്ചു നോക്കാം, നീ വാന്നും പറഞ്ഞിട്ട് രേവതിയും കൂട്ടിയിട്ട് രവിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. സച്ചിയും രവിതയും കാണുമ്പോൾ തന്നെ രവി ചോദിക്കുന്നുണ്ട് ആഹാ നിങ്ങൾ ഇപ്പോഴാണ് വരുന്നത്, നിങ്ങൾ ഭക്ഷണം വല്ലതും കഴിച്ചോ എന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ആ കുഴപ്പമില്ല അച്ഛാ ഞങ്ങൾ കഴിച്ചോളാം, എന്നാൽ ഞങ്ങൾക്ക് അച്ഛനോട് കുറച്ചൊന്ന് സംസാരിക്കണമെന്നേ. ആ എന്തായാലും നിങ്ങൾ കാര്യം പറയുന്ന രവി പറയുന്നുണ്ട്. അച്ഛൻ കുറച്ച് മനസ്സലിവ് കാണിക്കണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ എന്ന് പറയണേ. ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. രവി ഇങ്ങനെ സച്ചിയെ നോക്കുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട് അച്ഛാ ശരത്തിനെ ഉടനെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ പിന്നെ എങ്ങനെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത്? അച്ഛാ അതല്ല അച്ഛാ, അറസ്റ്റ് ചെയ്താൽ അവനെ പിന്നെ കുറേ നാൾ അവൻ ജയിലിൽ കിടക്കേണ്ടി വരും, അവൻ്റെ പഠിത്തത്തെയും ഭാവിയും തന്നെ അത് ബാധിക്കില്ലേ അച്ഛാ? അതിനു വേണ്ടിയിട്ട് അച്ഛൻ അമ്മയോടൊന്ന് സംസാരിക്കണമെന്ന് പറയാണേ. എന്നിട്ട് സച്ചി വീണ്ടും പറയുന്നുണ്ട് ശരത്ത് തെറ്റ് ചെയ്തത് ശരിയാണ് അച്ഛാ, എങ്കിലും അവന് വേണ്ടിയിട്ട് എൻ്റെ അനിയനെ ഓർത്തിട്ട് അച്ഛൻ അമ്മയോടൊന്ന് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ രവി പറയുന്നുണ്ട് എടാ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ആരോട് വേണമെങ്കിലും സംസാരിക്കാം, എന്നാൽ ഇത് അതുപോലെയാണോ? ഈ കാര്യത്തിന് വേണ്ടി ചന്ദ്രയുടെ അടുത്തെന്നല്ല ആരുടെ അടുത്ത് പോയി സംസാരിച്ചാലും സംസാരിക്കാൻ പോകുന്നവരെ കൂടി മോശക്കാരായിട്ട് കാണുകയുള്ളൂ എന്ന് പറയണേ. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട് അച്ഛാ ശരത്ത് ചെയ്തത് തെറ്റാണ്, എന്നാൽ അവൻ ആ ദേഷ്യത്തിന് പെട്ടെന്ന് എടുത്തു ചാടി ചെയ്തു പോയതാണ് അച്ഛാ, അതിന് എന്തായാലും അച്ഛനോട് ഞങ്ങൾ മാപ്പ് ചോദിക്കാം അച്ഛാ, അച്ഛൻ അമ്മയോടൊന്ന് സംസാരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയും രേവതിയും കൂടിയിട്ട് മാറി മാറി ഇങ്ങനെ രവിയോട് പറയുന്നുണ്ട്. ഈ സമയം ശ്രുതി ഇടയിൽ കയറി പറയുന്നുണ്ട് അച്ഛാ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് അച്ഛൻ അമ്മയോട് സംസാരിക്കാൻ പോകണ്ടെന്നേ. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട് ഡാ ഒന്നും മിണ്ടാതിരുന്നോണം, ഈ കാര്യത്തെക്കുറിച്ച് നിന്നോടാരെങ്കിലും ഇടയിൽ കയറി സംസാരിക്കാൻ പറഞ്ഞോന്നും പറഞ്ഞ് സച്ചി ദേഷ്യപ്പെടുകയാണ് എന്ന് ശ്രുതി പറയുന്നുണ്ട്. എടാ ഈ കാര്യത്തിൽ ഇടപെടണോ വേണോ എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്, എന്തായാലും ഈ കേസ് അമ്മ ഒരിക്കലും പിൻവലിക്കാൻ പോകുന്നില്ല, കാരണം ഇവനെ പോലെയുള്ളവനൊക്കെ ജയിലിൽ തന്നെ കിടക്കേണ്ടതാ, അമ്മയുടെ മാല പൊട്ടിക്കാനാ അവൻ നോക്കിയത്, പൈസ മാല കിട്ടാഞ്ഞതുകൊണ്ടായിരിക്കും അവൻ ബാഗ് തട്ടിപ്പറിച്ചുകൊണ്ട് പോയത്, ഇനി ഇവനെ ഇങ്ങനെയൊക്കെ വെറുതെ വിട്ടാലേ അവൻ വഴിയെ പോകുന്ന പലരുടെയും മാല പൊട്ടിക്കുകയും മോഷണം ചെയ്യുകയും ഒക്കെ ചെയ്യും, അപ്പോൾ ജയിലിൽ കിടന്നോ ഒരു ചെറിയ ശിക്ഷ കിട്ടിക്കഴിയുമ്പോഴേ അവനൊക്കെ നന്നായിക്കോളൂന്ന് പറയുന്നുണ്ട്. ഈ സമയം നീ എന്താടാ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് സച്ചിയാണെങ്കിൽ ശ്രുതിയുടെ കോളറിന് കയറി അങ്ങ് പിടിക്കുകയാണ് കേട്ടോ. നിനക്ക് ഒരു മനുഷ്യനെ ജയിലിലിടാന്നുള്ളത് എന്ത് നിസ്സാരമായിട്ടാണ് നീ പറഞ്ഞത്, അല്ലെങ്കിലും നിനക്കങ്ങനെ ഒരു മനുഷ്യനെ ജയിലിലിടുക എന്നുള്ളത് അത്ര നിസ്സാര കാര്യമല്ലല്ലോ എന്നിങ്ങനെ പറയാനേ. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട് എടാ സച്ചി വിടെന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് പിടിവിട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലോ. ആ ഒരു സംസാരത്തിൽ നിന്ന് നമ്മുടെ ശ്രുതി അങ്ങ് തലകുണിച്ച് മിണ്ടാതെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രവിക്കും വല്ലാത്തൊരു വിഷമമാവുന്നുണ്ട്, സച്ചി ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ രേവതിക്ക് മാത്രം കാര്യമൊന്നും മനസ്സിലാവുന്നില്ല, കാരണം ഇവരുടെ പഴയ ഒരു ഫീഡ്ബാക്ക് നമുക്കിനി പുറത്തു വരാനുണ്ട്, കാരണം സച്ചിയുടെ ചെറുപ്പകാലത്തിൽ എന്താ സംഭവിച്ചതെന്നുള്ളത് കേട്ടോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സച്ചി ആ ഡയലോഗ് പറഞ്ഞത്.
സച്ചിയാണെങ്കിൽ സുധിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, സുധി, നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇത് നീയുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യമാണ്, ഇതിൽ നീ ഇടപെടണ്ടെന്ന് എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ രവി ചോദിക്കുന്നുണ്ട്, സച്ചി നീ എന്തിനാ ഇപ്പോൾ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അച്ഛാ, ഞാൻ പല കാര്യങ്ങളും മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പിന്നെ എന്നെ കൊണ്ടൊന്നും ഓർമ്മിപ്പിക്കരുതെന്ന് പറയാനേ. അപ്പോഴേക്കും സുധി അവിടെ നിന്ന് അങ്ങ് തലകുനിച്ച് കയറി പോകുന്നുണ്ട്. അതിനുശേഷമായിട്ട് സച്ചി വീണ്ടും വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ, അവൻ കൊച്ചു പയ്യനാണ്, അന്നത്തെ ദേഷ്യം കൊണ്ട് അവൻ ചെയ്തതാണ് അച്ഛാ, ഒരിക്കലും അവൻ ജയിലിൽ പോകാൻ പാടില്ല അച്ഛാ, ചെറുപ്പകാലത്തിൽ ജയിലിൽ പോയാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ മുഴുമിപ്പിക്കാതെ സങ്കടം വന്നിട്ട് സച്ചി അങ്ങ് നിർത്തുകയാണ് കേട്ടോ. അപ്പോഴേക്ക് രവിക്കും ഭയങ്കര വിഷമം വന്നിട്ട് രവി അങ്ങോട്ടേക്ക് അങ്ങ് കയറി പോകുന്നുണ്ട്. രേവതിയാണെങ്കിൽ രവിയോട് പറയുന്നുണ്ട്, അച്ഛൻ ശരത്തിനെ ഒന്ന് ഇറക്കിത്തരാൻ വേണ്ടിയിട്ട് അമ്മയോട് ഒന്ന് പറഞ്ഞാൽ മാത്രം മതി അച്ഛാ, പിന്നെ ഞങ്ങൾ അച്ഛനെ ബുദ്ധിമുട്ടിക്കത്തേ ഇല്ല. അതിനുശേഷം അച്ഛൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഞങ്ങൾ ശരത്തിനെ നിർത്തിത്തരാം. അച്ഛൻ എന്ത് ശിക്ഷ വേണമെങ്കിലും കൊടുത്തോളൂ അച്ഛാ. എൻ്റെ അച്ഛൻ കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നത് അച്ഛനെയാണ്. ഞങ്ങളെ അച്ഛനല്ലാതെ മറ്റാരും ഞങ്ങളുടെ കൂടെ ഇല്ലെന്നൊക്കെ പറഞ്ഞ് രേവതി ഭയങ്കര കരച്ചിലാണ് കേട്ടോ. രവി ഇതൊന്നും കേട്ട മട്ട് നടിക്കാതെ ഉള്ളിലേക്ക് അങ്ങ് കയറി പോകുന്നുണ്ട്. പിന്നീടായിട്ട് കാണിക്കുന്നത് ഭാമയുടെ വീടാണ് കേട്ടോ. ചന്ദ്രമതി ഇങ്ങനെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് ഭാമ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രേ, നീ രവിയേട്ടനെ കുറിച്ച് ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണോ? അതിന് രവിയേട്ടനെ കുറിച്ച് ഓർക്കാനായിട്ട് ഞാൻ അദ്ദേഹത്തെ മറന്നിട്ടില്ലല്ലോ എന്നേ. അപ്പോഴേക്കും ആഹാ, നിനക്ക് രവിയേട്ടനോടൊപ്പം സ്നേഹമൊക്കെ ഉണ്ടല്ലേ? അദ്ദേഹത്തിനെ ഞാൻ എപ്പോഴും സ്നേഹിച്ചിട്ടേ ഉള്ളൂ, പക്ഷെ പുറത്ത് കാണിക്കാറില്ലല്ലോ എന്നിങ്ങനെ ഭാമ പറയുമ്പോൾ, അത് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? ഞങ്ങൾ 30 വർഷം ഒരുമിച്ച് ജീവിച്ചത്. എന്തായാലും അദ്ദേഹം ഞാൻ പിണങ്ങിയിരുന്നാലും അദ്ദേഹമാണ് ആദ്യം എൻ്റെ അടുത്ത് വന്ന് മിണ്ടാറുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രവിയെക്കുറിച്ച് ഭയങ്കര സ്നേഹത്തോടു കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം കോളിംഗ് ബെല്ല് അടിക്കുന്നുണ്ട് കേട്ടോ. ഭാമ ചെന്ന് നോക്കുമ്പോൾ രവിയാണ്. ആഹാ, രവിയേട്ടനോ? കയറി വാ, ഞങ്ങൾ രവിയേട്ടനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും പറഞ്ഞിട്ട് രവിയെ ഉള്ളിലേക്ക് വിളിക്കുന്നുണ്ട്. രവിയെ കണ്ടതും തന്നെ വിളിക്കാൻ വന്നതായിരിക്കുന്നു കരുതി ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭാമയാണെങ്കിൽ രവിയോട് കയറി വാ, ഇരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ രവി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ കുറിച്ച് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലേ പറഞ്ഞത്? എന്താ ചന്ദ്ര എന്റെ കുറ്റം പറയുമായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ടേ. അങ്ങനെയൊന്നും അല്ല രവിയേട്ടാ, എന്തായാലും നിങ്ങൾ സംസാരിക്കുക, ഞാനൊന്ന് കടയിൽ പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ഭാമ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അങ്ങനെ രവി ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, ആഹാ, ഞാനോർത്തു നീ ഇവിടെ വിഷമിച്ചിരിക്കുമായിരിക്കുമെന്ന്. ആപ്പിളൊക്കെ കട്ട് ചെയ്ത് ചിരിച്ച് കളിച്ച് സന്തോഷത്തോടു കൂടി ഇരിക്കുകയല്ലേ എന്ന് പറയണേ. അപ്പോഴേക്ക് ചന്ദ്ര പറയുന്നുണ്ട്, ഞാനല്ല ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചത് ഭാമയാണെന്നേ. എന്തായാലും ഭാമ തന്നെ ആപ്പിൾ കഴിക്കില്ലല്ലോ, പിന്നെ നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ ഇവിടെ പട്ടിണി കിടന്ന് വിഷമിച്ചിരിക്കണമെന്നാണോ? അങ്ങനെയൊന്നുമില്ല, നീ ഇവിടെ ഭക്ഷണം കഴിച്ച് സന്തോഷമായിട്ടിരുന്ന എനിക്കും സന്തോഷമല്ലേ എന്നൊക്കെ ഇങ്ങനെ രവിയും പറയുന്നുണ്ട്. ഈ സമയം ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, അല്ല, നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്നെ വിളിച്ചുകൊണ്ട് പോകാനാണോ? ഞാൻ നിന്നോട് പോയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഞാൻ പോവാൻ നിന്നോട് പറയില്ല എന്ന്. അതുപോലെ തന്നെ ഞാൻ വിളിക്കാനും വരില്ല, നിനക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടേക്ക് വരാമെന്ന് രവി പറയുന്നുണ്ട്. പിന്നെന്തിനാ നിങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചന്ദ്രമതി ചോദിക്കുന്ന സമയത്താണ് നമ്മുടെ രവിയാണെങ്കിൽ ചന്ദ്രമതിയോട് പറയുന്നുണ്ട്, ശരത്തിന്റെ ആ കേസ് പിൻവലിക്കണം. എന്തായാലും നീ ആ ഒരു കേസ് കാരണം അവന്റെ ഭാവി നശിക്കാൻ പാടില്ല. എന്തായാലും നമ്മുടെ മക്കള് ഒരു തെറ്റ് ചെയ്താ നമ്മൾ ക്ഷമിക്കില്ലേ ചന്ദ്രൻ? അതുപോലെയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ചന്ദ്രമതി പറയുന്നുണ്ട്, എന്തായാലും രവിയേട്ട, നമ്മുടെ മക്കള് ഇതുപോലെ ചെയ്യില്ല. എന്തായാലും ശരി, രവിയേട്ടന് ഇത്രയും പറഞ്ഞതുകൊണ്ട് ഞാൻ കേസ് പിൻവലിക്കാം. പക്ഷെ അതിനൊരു ഒരു എഗ്രിമെന്റ് ഉണ്ടെന്ന് പറയാം. അപ്പോഴേക്ക് രവി ചോദിക്കുന്നുണ്ട്, എന്താ നിന്റെ ഡിമാൻഡ്? അതെ, ആ കേസ് പിൻവലിക്കുന്ന നിമിഷം ആ പൂക്കാരി ആ വീട്ടിൽ ജീവിക്കാൻ പാടില്ലെന്ന് പറയണേ. അപ്പോഴേക്ക് രവി ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്ര നീ പറയുന്നത്? രേവതി മോള് പോയി കഴിഞ്ഞാൽ പിന്നെ സച്ചിയും അവിടെ നിന്ന് പോയില്ലേ? അതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ കേസ് പിൻവലിക്കണമെങ്കിൽ അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണോന്ന് പറയാണേ. അപ്പോൾ രവിക്കാണെങ്കിൽ അങ്ങ് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ചന്ദ്രൻ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് മക്കളെ എല്ലാവരെയും ഒരുപോലെ കാണണമെന്ന്. നീ രേവതി മോളോട് പറയുന്ന സംസാരങ്ങളൊക്കെ നീ നിന്റെ മറ്റു 2 മരുമക്കളോട് ഒന്ന് പറഞ്ഞു നോക്ക്.
അപ്പോൾ കാണാം നിന്റെ മക്കളെയും കൂട്ടിയിട്ട് അവരെപ്പോ പോയെന്ന്. എന്തായാലും രേവതി മോള് നീ ചെയ്യുന്നതും പറയുന്നതും എല്ലാം കേട്ട് ക്ഷമിച്ച് നമ്മുടെ മോനെയും കൊണ്ട് ആ വീട്ടിൽ ജീവിക്കുന്നില്ലേ എന്ന് ചോദിക്കാനേ. അപ്പോഴേക്ക് ചന്ദ്ര പറയുന്നുണ്ട്, രവിയേട്ടനോട് ഞാൻ പറഞ്ഞല്ലോ, എന്തായാലും അവളുള്ള വീട്ടിലേക്ക് ഞാൻ വരികയില്ല, അവൾ ആ വീട്ടിൽ നിന്ന് പോവാതെ ഞാൻ കേസ് പിൻവലിക്കുകയില്ലെന്നിങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ രവിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഈ സമയം ശ്രുതിയും ശ്രുതിയും കൂടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശ്രുതി ചോദിക്കുന്നുണ്ട്, ആ എന്താ അങ്കിൾ, അങ്കിൾ ആന്റിയെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാണോ എന്ന് ചോദിക്കാനേ. അപ്പോഴേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട്, അതെ, രവിയേട്ടൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നെ കൂട്ടിക്കൊണ്ടു പോകാനൊന്നുമല്ല, ആ കേസ് പിൻവലിപ്പിക്കാനാണെന്ന് പറയാനേ. അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട്, അച്ഛൻ എന്തിനാ ഇവനൊക്കെ വേണ്ടിയിട്ട് അമ്മയോട് സംസാരിക്കാൻ നിൽക്കുന്നത്? എന്തായാലും അമ്മ ആ കേസ് പിൻവലിക്കാൻ പോകുന്നില്ലെന്ന് പറയണേ. അങ്ങോട്ടേക്ക് മാറി നിൽക്കടാന്നും പറഞ്ഞിട്ട് ശ്രുതിയെ പിടിച്ചൊരു തള്ളുകയാണ് കേട്ടോ നമ്മുടെ രവി. എന്നിട്ട് ചന്ദ്രമതിയോട് ചോദിക്കുന്നുണ്ട്, ചന്ദ്രെ നിനക്ക് കേസ് പിൻവലിക്കാൻ പറ്റുമോ ഇല്ലയോന്നേ. അപ്പോഴേക്ക് ചന്ദ്ര വീണ്ടും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. കാരണം രേവതി ആ വീട്ടിൽ നിന്ന് പോയ കേസ് പിൻവലിക്കാന്നേ. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ചന്ദ്രേ, നിന്റെ മനസ്സ് ഭയങ്കരമായിട്ട് ദുഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് നീ ഉടനെ തന്നെ നന്നാക്കിയില്ലെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ ദുഷിച്ചു പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് രവി അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോവാട്ടോ. അപ്പോഴേക്ക് ചന്ദ്ര ചോദിക്കുന്നുണ്ട്, രവിയേട്ടൻ നിങ്ങളിപ്പോ എങ്ങോട്ടേക്കാ പോകുന്നേനെ? അതെ, നിന്നോട് പറയാനുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് നീ മൈൻഡ് ചെയ്തില്ലല്ലോ, പിന്നെ എങ്ങോട്ടാ പോകേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാന്നും പറഞ്ഞ് രവി അവിടെ നിന്ന് അങ്ങ് ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചിയോടും രേവതിയോടും രവി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എത്ര സംസാരിച്ചിട്ടും ചന്ദ്ര ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെന്നുള്ളത്. അങ്ങനെ സച്ചിയും രേവതിയും കൂടിയിട്ട് പോയി വക്കീലിനെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു കാര്യം നടക്കില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞല്ലോ. അങ്ങനെ വക്കീൽ പറയുന്നുണ്ട്, ശരി, ഇനി ഞാൻ അവരുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കാം, അതിന് നിങ്ങൾ പണം കരുതിയിരുന്നോണോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വക്കീലാണെങ്കിൽ ചന്ദ്രമതിയെ വിളിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതിയും ശ്രുതിയുമാണ് കൂടെ പോകുന്നത്. അങ്ങനെ വക്കീലാണെങ്കിൽ ചന്ദ്രമതിയോട് സംസാരിക്കുമ്പോഴേക്കും കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് നഷ്ടപരിഹാരമാണ് വേണ്ടത്? നിങ്ങൾക്ക് 1,00,000 രൂപയല്ലേ മോഷണം പോയതെന്ന് പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ അവര് ആ പൈസ മേടിച്ചു തന്നാൽ നിങ്ങൾ കേസ് പിൻവലിക്കുമോ എന്ന് ചോദിക്കുകയാണേ. ശ്രുതിക്കും പൈസ എന്ന് കേട്ടത് രണ്ടുപേരും അങ്ങ് പെട്ടെന്ന് തന്നെ അങ്ങ് ഫ്ലാറ്റ് ആവുകയാണ്. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, ശരി ആൻറ്റി, പൈസ മേടിക്കാം, നമുക്കതിനെക്കുറിച്ച് ആലോചിക്കാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ ഒരു എരിവിരിയും കൂടെ കൂടുമ്പോൾ ചന്ദ്രമതി ആണെങ്കിൽ പൈസയ്ക്ക് സമ്മതിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വക്കീലിനോട് പറയുന്നുണ്ട്, ശരി, 2,00,000 രൂപ തരുവാണെങ്കിൽ കേസ് പിൻവലിക്കാന്നേ. അങ്ങനെ വക്കീലാണെങ്കിൽ നമ്മുടെ സച്ചിയോടും രേവതിയോടും ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്തിട്ടാണെങ്കിലും സച്ചി പറയുന്നുണ്ട്, ശരത്തിനെ ഇറക്കണമല്ലോ, അപ്പോൾ പൈസയ്ക്ക് എന്ത് ചെയ്യും സച്ചിയേട്ടാന്ന് ചോദിക്കുകയാണേ. അങ്ങനെ സച്ചിയുടെയും രേവതിയുടെയും കയ്യിലിരിക്കുന്ന പൈസ എല്ലാം കൂടി എണ്ണിപ്പെറുക്കിയിട്ടും അവർക്ക് പൈസ തികയുന്നില്ല കേട്ടോ. അങ്ങനെ വക്കീൽ പറയുന്നുണ്ട്, വക്കീലിനും 2,00,000 രൂപ വേണമെന്ന്. മൊത്തം ഒരു 4-5 ലക്ഷം രൂപ ഈ കേസിന് വേണ്ടി ചെലവാകുമെന്നും പറയുന്നുണ്ട്. അങ്ങനെ ഇവര് പൈസ എല്ലാം കൂടി തപ്പിപ്പെറുക്കി റെഡിയാവാത്ത സമയത്തും രവി ആണെങ്കിൽ രവിയുടെ കയ്യിലിരിക്കുന്ന കുറച്ച് നീക്കിയിരിപ്പിന്റെ പൈസയുണ്ട്. അങ്ങനെ ഇതാ, ഈ പൈസ കൂടി നിങ്ങൾ വെച്ചോ, ഇത് മാത്രമേ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ സച്ചിൻ്റെ അവധിയും രവിയെ കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ആ പൈസയും കൊണ്ടുപോയി നമ്മുടെ സച്ചി വക്കീലിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതിയുടെ ഇനി അടുത്ത നീക്കം എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതിൻ്റെ ഇടയിൽ നമ്മുടെ ആന്റണി ആണെങ്കിൽ ശ്രുതിക്കിട്ട് നല്ല പണിയായിട്ട് പുറകെ വരുന്നുണ്ട് കേട്ടോ. ആന്റണി മാത്രമല്ല, ആന്റണിയുടെ കൂടെ നവീൻ ദാസും ഉണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ശ്രുതിക്കിട്ടുള്ള പണി തുടങ്ങുന്നുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡുകളിൽ എന്താണ് വരുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ചാനൽ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും കൂടി വേണം കേട്ടോ.